വിശ്വാസവീരന്മാരോട് ദൈവത്തിന് സംസാരിക്കുവാൻ ഒരു വാക്കുണ്ട്. ഭക്തന്മാരോട് ദൈവത്തിന് സംസാരിക്കുവാൻ ഒരു വാക്കുണ്ട്. ദൈവത്തിൽ മാത്രം ആശ്രയവും ജയവും കാണുന്ന വീരന്മാരായ പുരുഷന്മാരോട് ദൈവത്തിന് സംസാരിക്കുവാൻ ഒരു വാക്കുണ്ട്. ഏതാണ് ആ വാക്കെന്ന് ചോദിച്ചാൽ ഭയപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ഭയപ്പെടരുതാത്ത ഒരു പ്രഭാതത്തെ നമ്മുടെ മുൻപിൽ കർത്താവ് വീണ്ടും ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭയപ്പെടരുതെന്ന് ദൈവം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പേടിക്കരുതെന്നല്ല. പേടിയും ഭയവും ഒന്നല്ല. പേടി നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വെപ്രാളാവസ്ഥയാണ് പെട്ടെന്ന്. എന്നാൽ ഭയം എന്ന് പറയുന്നത് ഒരു ചാലകമാണ്. അതിന് ആളത്വമുണ്ട്. അതിന് സഞ്ചരിക്കാൻ കഴിയും. അതിന് സംസാരിക്കാൻ കഴിയും. മറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യിലുള്ളതായ ഒരു റിമോട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു വസ്തു പോലെ, ഒരു ഇലക്ട്രോണിക് യന്ത്രം പോലെ നമ്മുടെ മുൻപിൽ ചാലകങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു നീരാളിയെ പോലെ നൃത്തം ചെയ്യുന്ന പൈശാചിക ബന്ധനമാണ് ഭയം. പ്രൈസ് ദി ലോർഡ്. പിശാച് ഒരിക്കലും നമ്മുടെ മുൻപിൽ വന്ന് ആളത്വമായി പ്രത്യക്ഷപ്പെടത്തില്ല. ഒരിക്കലും വരില്ല. കാരണം പിശാചിന് അസ്ഥിയും മാംസവുമില്ല. അതിന് ആളത്വമില്ല. നമ്മുടെ മുൻപിൽ കടന്നു വരുവാനും നമ്മെ കയറി പിടിക്കുവാനും നമ്മെ തൊടുവാനും നമ്മോട് സംസാരിക്കുവാനും പിശാചിന് സംസാരശേഷിയില്ല. അത് മൂകനാണ്, കുരുടനാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ പൈശാചിക ശക്തി സംസാരിക്കുന്നതും ഇടപെടുന്നതുമെല്ലാം അതിനൊരു ചാലകമുണ്ട്, അതിനൊരാളർത്ഥമുണ്ട്. അതാണ് ഭയം. ഈ ഭയം എന്ന് പറയുന്നത് വിവിധ രൂപത്തിൽ നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടും. അതിനൊരു സംസാരശേഷിയുണ്ട്. ഭയം സംസാരിക്കുന്ന 3 കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ടുള്ള. അനേകം കാര്യങ്ങൾ ഭയം നമ്മളിൽ കൊണ്ടുവന്ന് നമ്മെ ചില കുഴികളിൽ പെടുത്തിയേക്കാം. പക്ഷെങ്കിൽ ഭയം നിരന്തരമായിട്ട് മനുഷ്യനോട് സംസാരിക്കുന്ന 3 ശബ്ദങ്ങളുണ്ട്. ഒന്ന്, രക്ഷപ്പെടുവാൻ നിനക്കിനിയും ഒരു മാർഗവും ഇല്ല. ക്ലോസിംഗ് ഓൾ ദ വേസ് ബിഫോർ യു. പ്രൈസ് ദി ലോർഡ്. 2, ദൈവം പോലും നിന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു. ദൈവത്തിന് പോലും നിന്നെ ആവശ്യമില്ല. അപ്പോഴത്തേക്ക് നമ്മൾ വേറൊരു തലത്തിലെത്തും. 3, ഇതെൻ്റെ അവസാന അവസരമാണ്, അവസാന ദിവസമാണ്. ഇന്ന് ഞാൻ കഴിക്കുന്നതിൻ്റെ അവസാന ആഹാരമാണ് എന്ന് പറഞ്ഞാൽ നീ അറിയാതെ നിന്റെ മരണത്തെ എതിരേൽക്കുവാനുള്ളതായ ഒരു സംസ്കാര ശുശ്രൂഷ. നാളെ നീ മരിക്കുന്ന നിന്നെ ഇന്ന് നീ അടക്കം ചെയ്യുന്നത് പോലെ. തോൽവിക്ക് മുമ്പ് ജയം ഏറ്റെടുക്കുന്ന നിർവീര്യത, സഹനമില്ലായ്മ, ബുദ്ധിമോശം, ഭോഷത്തരം. ഈ ഭോഷത്തരത്തെ ജയിക്കാൻ നമുക്കൊരു കോൺസിഗ്രേഷൻ ആവശ്യമാണ്. ദൈവം യോശുവയോട് പറയുകയാണോ, നിന്റെ ജനത്തോട് പറയുക, നിന്റെ ജനം കോൺസിഗ്രേറ്റ് യുവർസെൽഫ് ടുഡേ, ടുമോറോ ഐ വിൽ ഡു വണ്ടർ ഇൻ യു. ഇന്ന് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, പ്രതിഷ്ഠിക്കുക. നാളെ ഞാൻ നിങ്ങളുടെ മുൻപിൽ അതിശയം പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ പ്രവൃത്തി നാളെയാണ്, ടുമോറോ. ടുഡേ ഈസ് ഫോർ us ടു കോൺസിഗ്രേറ്റ്. നമ്മുടെ ഇന്നുകളെ നാം മരണാവസ്ഥയിൽ കാണുന്നുണ്ടെങ്കിൽ, ഇന്നുകൾ നാം നാളത്തെ മരണത്തിന് വേണ്ടിയുള്ള ശവപ്പെട്ടി തയ്യാറാക്കുന്ന ജോലിയിലാണെങ്കിൽ ദൈവത്തിന് നമ്മളിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. നാളത്തെ ജീവൻ, നാളത്തെ അത്ഭുതങ്ങൾ പ്രത്യാശിക്കുന്ന മനുഷ്യരാരുണ്ടോ അവരിൽ കൂടെ ദൈവം ശക്തമായ വലിയ അത്ഭുതങ്ങൾ മറ്റുള്ളവർ കാണുക, സൃഷ്ടിക്കും. ഇതൊരു വലിയൊരു തത്വമാണ് നമ്മുടെ മനസ്സിൽ. അത് ലോകമനുഷ്യരാകട്ടെ, വിശ്വാസികളാകട്ടെ, ദൈവത്തിൽ വിശ്വസിക്കുന്നവരാകട്ടെ, വിശ്വസിക്കാത്തവരാകട്ടെ,
മനുഷ്യനാണോ, അവരിൽ സംസാരിക്കുന്നതായ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഭയം. ഇതെൻ്റെ അവസാന ദിവസമാണ്, എൻ്റെ മുൻപിൽ വേറെ വഴികളൊന്നുമില്ല, ദൈവം പോലും എന്നെ കൈവിട്ടു, ആർക്കും എന്നെ ആവശ്യമില്ല. റിജക്ഷൻ, സെൽഫ് റിജക്ഷൻ. നീ നിന്നെ തന്നെ റിജക്റ്റ് ചെയ്യുകയാണ്. ഒരുപക്ഷെ മറ്റുള്ളവർ നീ നിന്നെ റിജക്റ്റ് ചെയ്യുന്നത് പോലെ മറ്റുള്ളവർ റിജക്റ്റ് ചെയ്യുന്നില്ലായിരിക്കാം. നീ നിന്നെ തന്നെ കൂടുതലങ്ങ് റിജക്റ്റ് ചെയ്യുക. എന്നാൽ ദൈവം അതിൻ്റെ മധ്യത്തിൽ വന്ന് സംസാരിക്കുന്നത് ഒറ്റ വാക്കേ ഉള്ളൂ: ഭയപ്പെടരുത്, ഭയത്തിൻ്റെ കയ്യിൽ നീ പെട്ടുപോകരുത്. അതിനുശേഷം 3ാമത് ഒരാൾ സംസാരിക്കും. ആ സംസാരിക്കുന്ന വ്യക്തിയാണ് വിശ്വാസം. ഈ വിശ്വാസം എന്താണ് സംസാരിക്കുന്നത് അറിയാമോ? നിന്റെ കയ്യിലുള്ള അല്പം കൊണ്ട് ദൈവം അതിശയം നിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കും. നിന്റെ കയ്യിൽ അല്പമായിട്ടുള്ളത്, ശേഷിപ്പായിട്ടുള്ളത്, അത് ശക്തിയില്ലാത്തതല്ല, അത് നിന്റെ അവസാനത്തെ ആഹാരമല്ല, അത് നിന്റെ അവസാനത്തെ നിമിഷങ്ങളല്ല, നിന്റെ നാളത്തേക്കായിട്ടുള്ള പ്രത്യാശയുടെ ചില തെളിവുകളാണ്, സന്ദേശമാണ്, വാഗ്ദാനങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. സരേഫാത്തിലെ വിധവയുടെ അടുത്തേക്ക് ഏലിയാവിനെ അയച്ചപ്പോൾ ഏലിയാവ് ആ വിധവയോട് പറഞ്ഞു, എനിക്ക് ഒരപ്പവും അല്പം വെള്ളവും കൊണ്ടുവരണം. അവൾ എന്താണ് പറഞ്ഞതെന്നറിയാമോ? യജമാനനെ, കലത്തിൽ ഒരു പിടി മാവുണ്ട്, അല്പം എണ്ണയും ശേഷിച്ചിരിപ്പുണ്ട്. ഞാനും എൻ്റെ മകനും ഈ വിറക് പെറുക്കിക്കൊണ്ടുപോയി അതിനെ പാചകം ചെയ്ത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ മരിപ്പാനിരിക്കുകയാണ്. ഷീ ഈസ് പ്രിപ്പയറിങ് ഹെർ ഫ്യൂണറൽ ഫോർ ടുമാറോ. അവളുടെ സംസ്കാരം, അവളുടെയും അവളുടെ കുഞ്ഞിൻ്റെയും സംസ്കാര ശുശ്രൂഷ, നാളെ നടക്കാൻ പോകുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളതായ വിറക് പെറുക്കുകയാണ് അവൾ ഇന്ന്. ഏലിയാവ് എന്താണ് പറഞ്ഞത്? ഭയപ്പെടരുത്, നിന്നിൽ ഭയം വന്നുപോയി. ദൈവത്തിന് ആ അവസാനത്തെ നിമിഷം, അവസാനത്തെ മാവ്, അവസാനത്തെ തുള്ളി എണ്ണ നീ ദൈവത്തിൻ്റെ കരത്തിൽ കൊടുക്കുവാൻ അഭ്യസിക്കുമെങ്കിൽ, കോൺസെൻട്രേഷൻ ചെയ്യുമെങ്കിൽ, മഴയും മഞ്ഞും ഇസ്രായേലിൽ നടമാടുന്നവരെ നിന്റെ കലത്തിലെ മാവ് കുറഞ്ഞു പോകുകയില്ല. തുരുത്തിയിലെ എണ്ണ കവിഞ്ഞൊഴുകും. സമൃദ്ധിയെ നീ കാണും. ഹോപ്പ് ഓഫ് ടുമാറോ, നാളത്തേക്കുള്ളതായ പ്രത്യാശ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം പ്രവർത്തിക്കുന്നത്, ദൈവം സംസാരിക്കുന്ന ഭാഷ ഭയപ്പെടരുത്. ദൈവം പ്രവർത്തിക്കുന്ന 4 കാര്യങ്ങളുണ്ട്. 1, അവസാന തുള്ളി എണ്ണയിൽ കൂടെ. 2, അവസാന ശ്വാസത്തിൽ. 3, അവസാന അവസരത്തിൽ. 4, അവസാന നിമിഷത്തിലെ അത്ഭുതങ്ങളിൽ. ഈ 4 കാര്യത്തിലാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വർക്കിംഗ് ത്രൂ. നമ്മുടെ കയ്യിലുള്ളതായ അവസാന തുള്ളി എണ്ണ, ആ ശക്തി, ആ പ്രാണൻ, കർത്താവേ, ഞാൻ സകല വഴികളും എനിക്കെതിരെന്നല്ല, എനിക്കായി പോസിബിളായിട്ടുള്ള സാധ്യതയുള്ള ചില വഴികളെ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണം. ഇത് നീ പറയുമ്പോഴാണ് ശത്രു തോൽക്കുന്നത്. വിശ്വാസം നിന്റെ അങ്ങേപ്പുറത്ത് നിന്നുകൊണ്ട് പറയും, നിന്റെ കയ്യിലുള്ളതിനെ കൊടുത്തുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക. ഈ 3 ശക്തികളാണ് നമ്മുടെ ഉള്ളിൽ മന്ത്രിക്കുന്നത്. ഏത് ശക്തിക്ക്, ഏത് മന്ത്രത്തിന് നീ വില കൊടുക്കുമോ, ആ മന്ത്രം നിന്നെ അതിലേക്ക് നയിക്കും. കർത്താവ് പരീശന്മാരോട് പറഞ്ഞത്, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസം കൊണ്ട് ഞാൻ അതിനെ പണിഞ്ഞു തരാം എന്ന് പറഞ്ഞാൽ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉയിർപ്പിനെ കുറിച്ച് സംസാരിക്കുന്ന വിശേഷത വിശ്വാസം. നമ്മുടെ ജീവിതത്തിൽ അത്ര മഹത്തായ ഒരു വിശ്വാസമാണ് ദൈവം അർപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ നിന്റെ ജീവിതം നോക്കുമ്പോൾ തോൽവികളുടെ വലിയൊരു പരമ്പരയുണ്ട്. എഴുതി കുറിക്കുവാനും എണ്ണിവെക്കുവാനും ധാരാളം തോൽവികളുണ്ട്. പരാജയങ്ങളുടെ കൂട്ടം തന്നെയുണ്ട്. നെവർ മൈൻഡ്. ദൈവം അതിനെ ജയമാക്കി മാറ്റുവാൻ ദൈവശക്തന് അങ്ങേപ്പുറത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒറ്റ വാക്കിൽ നാം പിടികൂടണം. ഭയപ്പെടരുത്. എന്നാൽ ഏതിൽ പെടണം? ദൈവത്തിൻ്റെ പ്രത്യാശയിൽ നാം നിലനിൽക്കുമെങ്കിൽ, അവൻ എൻ്റെ ആശ്രയം,
അവനെ നടത്തുവാൻ ശക്തൻ. ഭയപ്പെടരുതെന്ന് പറഞ്ഞ വ്യക്തി അതിൻ്റെ അങ്ങേപ്പുറത്ത് നമ്മൾക്കായി ഒരു തീരത്തെ കാണിച്ചും കൊണ്ടാണ് അവൻ്റെ കയ്യിൽ പെടരുത് എന്ന് നമുക്ക് വാണിങ്ങി തരുന്നത്. ഇന്നത്തെ ലോകം മുഴുവനും അവസാന ഭക്ഷണം പാചകം ചെയ്യുന്ന ഒരു ലോകത്തിൻ്റെ മുൻപിലാണ്. യുദ്ധം തീരും മുമ്പേ പരാജയം ഏറ്റുവാങ്ങുന്ന ഒരു ലോകത്തിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ഭയത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ദൈവം നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അങ്ങേക്കരയിൽ ദൈവം നിനക്കായി ഒരു പ്രത്യാശ നൽകിയിട്ടുണ്ട്. ഇന്ന് ലോകത്തിൻ്റെ അവസ്ഥയെ നോക്കുക. ലോകത്തിലേറിയ പങ്കും നാളത്തെ സംസ്കാര ശുശ്രൂഷകൾക്കായി വട്ടം കൂട്ടുന്നവരാണ്. അവരുടെ മുമ്പിൽ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി. അവരുടെ മുമ്പിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. വിശ്വാസത്തിൻ്റെ വാക്കുകൾക്ക് അവരുടെ മുൻപിൽ യാതൊരു വിലയുമില്ലാതായിപ്പോയി. ഹൃദയത്തിൽ ക്ഷീണിച്ചും ഭാരപ്പെട്ടും നിന്റെ ജീവിതത്തിലെ ഇല്ലായ്മകളും ദാരിദ്ര്യങ്ങളും നിന്റെ ജീവിതത്തിലെ ഒരു പിടി മാവിനെയും ഒരു തുള്ളി എണ്ണയെയും കണ്ടുകൊണ്ട് പരിതപിക്കുന്ന സമൃദ്ധിയുടെ വാക്കുകൾ നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ജീവിതത്തിൽ പ്രത്യാശ എന്നുള്ളൊരു വാക്ക് നിനക്ക് ദാരിദ്ര്യമായി തീർന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണെങ്കിൽ സർവശക്തനായ ദൈവം ഇന്ന് നിന്നെ മാടി വിളിക്കുകയാണ്, ഭയപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ വഴി നടത്തുവാൻ ശക്തനാണ്. നാളെ നീ അത്ഭുതം കാണും. നിന്നെ തന്നെ ശുദ്ധീകരിക്കുക, നിന്നെ തന്നെ പ്രതിഷ്ഠിക്കുക. കോൺസിക്രേറ്റ്, സാങ്ക്ടിഫൈ യുവർസെൽഫ്. ടുമോറോ ഐ വിൽ ഡു വണ്ടർ അമംഗ്സ്റ്റ് യു. നാളെ നിന്റെ മധ്യത്തിൽ ഞാൻ അത്ഭുതം പ്രവർത്തിക്കും. നിന്റെ കുഞ്ഞുങ്ങളുടെ മധ്യത്തിൽ ഞാൻ അത്ഭുതം പ്രവർത്തിക്കും. നിന്റെ കുടുംബത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. നിന്റെ ദേശത്ത് അത്ഭുതം പ്രവർത്തിക്കും. നിന്റെ വിശ്വാസത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. നിന്റെ ജോലിയിൽ അത്ഭുതം പ്രവർത്തിക്കും. നിന്റെ യാത്രയിൽ അത്ഭുതം പ്രവർത്തിക്കും. ആവശ്യങ്ങളുടെ മധ്യത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. നിന്റെ ബലഹീനതയിൽ അത്ഭുതം പ്രവർത്തിക്കും. നിനക്ക് എത്രത്തോളം കോൺസിക്രേഷൻ പവർ ഉണ്ടോ അത്രത്തോളം പവറിനെ നാളെ നീ ആഗിരണം ചെയ്യുന്നവനായിരിക്കും. വിശ്വാസ ജീവിതം, ക്രിസ്തീയ ജീവിതം മഹത്തായ തത്വങ്ങളിൽ അധിഷ്ഠിതമാണ്, പ്രായോഗികമാണ്. ഇത് ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമല്ല, വെറും വാചകമടിയിലുള്ളതല്ല ക്രിസ്തീയ ജീവിതം. പ്രായോഗികമായ മനുഷ്യ ജീവിതത്തിലേക്ക് ഇണങ്ങിച്ചേർക്കുന്നതായ മഹത്തായ വലിയ ശക്തിയുടെ വചനങ്ങളാണ്. എത്ര പേർക്ക് ഈ ശക്തിയുടെ വചനത്തെ ഏറ്റെടുക്കാൻ സാധിക്കും? ഒരുപക്ഷെങ്കിൽ നീ ഹൃദയത്തിൽ ഭാരപ്പെട്ട് നിന്റെ അവസാന ദിവസമാണിതെന്ന് നീ ചിന്തിക്കുന്നവരായിരിക്കാം. നിന്റെ കയ്യിലുള്ള അവസാന ഒരു 10 രൂപ, 1 രൂപ, 100 രൂപ, 1000 രൂപ, ഇനിയും നിനക്ക് ഒരു വരുമാനം ഉണ്ടാകില്ല എന്ന് നീ കണ്ട് നാളത്തെ ശൂന്യതയെ നിന്റെ ജീവിതത്തിൽ നീ കാണുന്നുണ്ടെങ്കിൽ നിനക്ക് അത്ഭുതങ്ങളെ കാണാൻ കഴിയുക. നാളത്തെ സമൃദ്ധിയെ നിന്റെ കയ്യിലുള്ള അല്പം കൊണ്ട് നിനക്ക് നാളത്തെ സമൃദ്ധിയെ കാണുവാനുള്ളൊരു ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെടണം. ക്രിസ്തീയ ജീവിതത്തിൽ ഇങ്ങനെയുള്ളൊരു പ്രത്യാശ സാധ്യമാണ്. യേശുവിനോടൊപ്പം നീ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വിശ്വാസത്തിൻ്റെ മഹത്വം കാണുവാൻ നിനക്ക് അവസരങ്ങൾ ലഭിക്കും. 5000 പുരുഷന്മാരെ കണ്ടുകൊണ്ട് ശിഷ്യന്മാർ ഭാരപ്പെട്ട്, ബലഹീനപ്പെട്ട്, അധൈര്യപ്പെട്ട്, നിരാശപ്പെട്ട് ഈ ഗുരു എന്താണ് കാണിക്കുന്നതെന്ന് ഗുരുവിനോട് ചോദ്യം ചെയ്ത സമയത്ത് യേശു അവരോട് പറയുകയാണ്, നിന്റെ കയ്യിൽ എന്തുണ്ട്? പ്രൈസ് ദി ലോർഡ്. നിന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് നീ പറഞ്ഞിരുന്നെങ്കിൽ ദൈവത്തിന് നിന്നോട് സഹതാപം തോന്നിപ്പോയേനെ. ഇല്ല, ഞങ്ങളുടെ കയ്യിൽ 5 അപ്പവും 2 മീനുണ്ട്, കൊണ്ടുവരിക. നമ്മുടെ കയ്യിൽ ഉള്ളതും കൊണ്ട് ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഒരുപക്ഷെങ്കിൽ ഒരു നയാ പൈസ പോലും കയ്യിലില്ലാതെ ഭാരപ്പെടുന്നവനായിരിക്കാം നീ. നിന്റെ വിശ്വാസമാണ് നിന്റെ കയ്യിലുള്ള സമ്പത്ത്. ദൈവം നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ സർവത്തിനും ഉടമയായത്, സകല അഖിലാണ്ടത്തെയും വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ചവൻ, അവൻ നിന്റെ സമ്പത്താകുന്നു. അവൻ നിന്റെ ആശ്രയമാകുന്നു. അവൻ നിന്നെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും, അവൻ നിന്നെ മൃത്യുവിൻ്റെ വായിൽ നിന്നും, അവൻ നിന്നെ സങ്കടങ്ങളുടെ തീരങ്ങളിൽ നിന്നും, കണ്ണുനീരിൻ്റെ പാതകളിൽ നിന്നും ഒക്കെ വിടുവിച്ച് സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ദിനങ്ങൾ നിന്റെ മുൻപിൽ കാണിക്കുവാൻ ശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുമോ? ആ വിശ്വാസം ഈ പ്രഭാതത്തിൽ നൽകുവാൻ വാഗ്ദത്തവുമായി നിന്റെ മുൻപിൽ ദൈവം നിൽക്കുന്നുണ്ട്. ആ ദൈവത്തെ ഏറ്റുകൊള്ളുവാൻ ദൈവം നിനക്ക് ധാരാളമായ കൃപ തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.